ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് രാത്രികാലം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമൊഴികൾ എന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നതായിട്ടുള്ള ടോപ്പിക്ക്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവാണ് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീരും. അപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നതിനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള 10 വഴികൾ, 10 എങ്ങനെയാണ് എളുപ്പത്തിലുള്ള 10 മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രികാലം നിങ്ങളായിരുന്നു കഴിഞ്ഞാൽ നിശ്ചയമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. ഈ രാത്രികാലം ഞാൻ നിങ്ങളെടുത്ത് ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ലോകത്ത് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ പോലെ ഏറ്റവും നല്ല ഒരു സ്നേഹിതനായ ഒരു വ്യക്തിയെ നമുക്ക് ഭൂമിയിൽ കണ്ടെത്തുവാനായിട്ട് സാധ്യമല്ല. പരിശുദ്ധാത്മാവ് എവിടെ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിപ്പാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിൻ്റെ ജീവിതത്തിലുള്ള അന്ധകാരത്തിൻ്റെ ശക്തികളെ കർത്താവ് അഴിച്ചു മാറ്റി നിനക്കൊരു സ്വാതന്ത്ര്യം വിടുതലും നൽകുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. ഈ രാത്രികാലം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് ഈ രാത്രികാലം ദൈവം നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവുമായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥനയിൽ നമ്മൾ ഇടപെടുമ്പോൾ, യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിനോട് പറയേണ്ട ചില കാര്യങ്ങൾ. കർത്താവേ, ഞാൻ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നാം നമ്മുടെ ജീവിതത്തിൽ ഉവ് എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മൾ പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ദൈവം നമ്മളെടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾക്ക് ഒരു വില്ലിങ്നെസ് നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഉണ്ടായേ മതിയാകും. വേദപുസ്തകത്തിൽ പഠിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഇഷ്ടത്തെ നമ്മൾ അറിഞ്ഞ് അപ്രകാരം ജീവിപ്പാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ, കർത്താവേ, ഞാനത് റെഡിയാണ് എന്ന് നമ്മൾ പറയുവാൻ, അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ റെഡിയാണ് എന്ന് നാം പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40:8 പറയുന്നു, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിഞ്ഞ് നമ്മളത് ചെയ്യണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ എവിടെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നത്? ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവവചനത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധാത്മാവുമായി ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തെ നമുക്കറിയുവാനായിട്ട് സാധ്യമാണ്. നമുക്ക് ഒരു വ്യക്തിയുമായിട്ട് ആഴമായ ഒരു ബന്ധം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വ്യക്തിയുമായി തുടർച്ചയായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ട് നമുക്കുള്ള ബോണ്ടിങ്, അല്ലെങ്കിൽ ആ ബന്ധം ആഴമായിട്ട് മാറുവാനിടയായിത്തീരും. ഞാൻ പറയട്ടെ, പല കുടുംബ ജീവിതത്തിനകത്ത് ഭാര്യയും ഭർത്താവും സംസാരിക്കാറില്ല. ഭാര്യയും ഭർത്താവ് സംസാരിക്കാത്ത കുടുംബ ജീവിതത്തിനകത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. പിശാചിന് അവിടെ കയറുവാനിടയായിത്തീരും. പിശാചിൻ്റെ പദ്ധതികൾ അവിടെ വെളിപ്പെട്ടു വരും. അപ്പോൾ പിശാചിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത്, ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് സംസാരിക്കാൻ അവൻ ഇടയുണ്ടാക്കത്തില്ല. അതിനകത്ത് ഭിന്നത ഉണ്ടാക്കുന്നത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ എനിക്കറിയാം. അപ്പോൾ പിശാചുമായിട്ടുള്ള ബന്ധം, പിശാചുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിനകത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതം, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതം തകർന്നു പോകാനിടയായിത്തീരും. നമുക്ക് പരിശുദ്ധാത്മാവുമായി, യേശുവുമായിട്ടുള്ള ബന്ധത്തെ നഷ്ടപ്പെടാനിടയായിത്തീരും. ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനം എന്ത് പറയുന്നു, ദൈവവചനത്തിൽ നമ്മൾ ആശ്രയിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ
നമ്മളായിരിക്കണം. ഒരു ഭക്തനായ മനുഷ്യൻ ഒരിക്കലും ഇദ്ദേഹം തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയുണ്ടായി, തനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു. തനിക്ക് നല്ല കൂട്ടുകാരുണ്ടായിരുന്നു, മറ്റുള്ളവർ സംസാരിക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും തൻ്റെ സമയത്തെ പാഴാക്കി കളയാതെ താൻ പരിശുദ്ധാത്മാവുമായിട്ട് താൻ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നിടത്തോളം പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, 2 കൊരിന്ത്യർ 1:20 പറയുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ് എന്നും അവനിൽ ആമേൻ എന്നും ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്ന് എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ് എന്നാണ്. അപ്പോൾ ദൈവം ഒരു കാര്യം ഉവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി ദൈവം പറയുന്ന ദൈവമല്ല. ദൈവം നമുക്കൊരു കാര്യം തരുമെന്ന് പറഞ്ഞാൽ, ദൈവം നമുക്കൊരു വാഗ്ദത്തം ചെയ്താൽ ആ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നാം എന്ത് ചെയ്യണം? നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട്, കർത്താവേ, അങ്ങ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് പറയുന്നത് ഞാൻ ആശ്രയിക്കുന്നു, അങ്ങനോട് സംസാരിക്കണം. ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവെ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ പറയുന്നത് ഞാൻ അനുസരിക്കാം എന്നൊരു, അല്ലെങ്കിൽ കർത്താവെ എന്നൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറിയയുടെ ജീവിതത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മറിയ കന്യകയായിരിക്കുന്ന സമയത്ത് ഒരു ദൂതൻ വന്ന് പറയുകയാണ്, നീ ഒരു മകനെ പ്രസവിക്കും എന്ന് കേട്ടപ്പോൾ മറിയ എന്ത് ചെയ്തില്ല? ഒരിക്കലും ആ ദൂതൻ്റെ കൂടെ തർക്കിച്ചില്ല. മറിച്ച്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിൻപടി എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഹിതത്തെ നമ്മൾ രുചിച്ചറിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാനിടയായിത്തീരും. രണ്ടാമത്, പരിശുദ്ധാത്മാവ് ഏറ്റവും വലിയ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും കർത്താവെ അങ്ങ് എന്നെ സഹായിക്കണമെന്ന് ഒരു വാക്ക് ദൈവത്തോട് പറയുന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സഹായിപ്പാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അപ്പനുണ്ടാകാം, അമ്മയുണ്ടാകാം, ഭാര്യയുണ്ടാകാം, ഭർത്താവുണ്ടാകാം, മക്കളുണ്ടാകാം, ആരൊക്കെ ഉണ്ടായാലും എല്ലാത്തിലും നമുക്ക് പൂർണ്ണത നമുക്ക് ലഭിക്കണമെന്നില്ല. പക്ഷേ അവിടെ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പേര് തന്നെ ഹല്ലേലൂയ, ഹെൽപ്പർ എന്നാണ്. നമ്മളെ സഹായിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ നമ്മൾ എന്ത് വിഷയം ആണ് നമ്മൾക്ക് പറ്റുന്നില്ലയോ ആ വിഷയത്തിന് വേണ്ടി സഹായം ചോദിച്ചാൽ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും. നമുക്കൊരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയണം, കർത്താവേ അങ്ങ് എന്നെ സഹായിക്കണം, എന്നെ ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവിനോട് പറയണം, പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണം. യേശു കർത്താവ് താനായിരിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ. കാര്യം പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന് വേണ്ടി ഏത് നിസാര കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുവാൻ പരിശുദ്ധാത്മ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കാര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പറയണം, കർത്താവേ എനിക്ക് ഇന്ന ഒരു സഹായം ആവശ്യമാണ്, എൻ്റെ കുടുംബ ജീവിതത്തെ അങ്ങ് പണിയണം, അങ്ങനെ സഹായിക്കണം. എൻ്റെ കുടുംബ ജീവിതത്തിൽ വിഷയങ്ങളുണ്ട്, അങ്ങ് പണിയണം, അങ്ങ് എൻ്റെ ജീവിതത്തെ എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. എന്ത് സഹായം വേണമെങ്കിലും പരിശുദ്ധാത്മാവ് ദൈവത്തിനോട് ചോദിക്കുക. എന്ന് വെച്ചാൽ വചനപ്രകാരം ചോദിച്ചാൽ നിശ്ചയമായി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. സങ്കീർത്തനങ്ങൾ 121 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമുക്ക് സഹായം തരുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മളായിരിക്കുന്നത്. സഹായിപ്പാനായിട്ട് ഒരുപക്ഷെ ആരും കാണത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിപ്പാനായിട്ട് ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എബ്രായർക്ക് ഇത് ലേഖനം 4:16 പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായിപ്പാനുള്ള കൃപ ലഭിപ്പാനായി നാം ധൈര്യത്തോടു കൂടി കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനായിട്ടുള്ള കൃപ. അപ്പോൾ തക്കതായ സമയത്ത് നമുക്ക് സഹായിപ്പാൻ വേണ്ടിയിട്ട് ഒരു കൃപയ്ക്ക് വേണ്ടി അടുത്ത് ചെല്ലാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട്
ദൈവത്തിനോട് പറയണം, കർത്താവ് എന്നെ സഹായിക്കണമേ, ദാവീദ് പുത്ര എന്നോട് മനസ്സിലിയണം, എന്നെ സഹായിക്കണമെന്ന് അത് കുരുടനായ വ്യക്തി പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ അടുക്കൽ വന്ന് ഹല്ലേലൂയ തൻ്റെ ജീവിതത്തെ മാറ്റി ആ നല്ല ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റുക തന്നെ ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പത്രോസ് കടലിൻ്റെ മീതെ നടക്കുന്നത് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. അവിടെ കാറ്റും കോളും നിറഞ്ഞതായ ഒരു സാഹചര്യത്തിൽ തൻ്റെ ചുറ്റും ഹല്ലേലൂയ താൻ ചുറ്റും നോക്കുന്ന സമയത്ത് താൻ പേടിച്ച് താൻ മുങ്ങിപ്പോകപ്പോൾ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ താൻ പത്രോസ് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ തൻ്റെ കരം കൊണ്ട് അവനെ കൈനീട്ടി അവനെ പിടിച്ച് രക്ഷിപ്പാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും ഏത് സാഹചര്യത്തിലാണ്, ഒരുപക്ഷെ സാമ്പത്തികമായ മേഖലകളിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിലായിരിക്കാം, എന്നെ സഹായിക്കണമെന്ന് ഒരു വാക്ക് എല്ലാ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തെ സഹായിപ്പാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെപ്പോലെ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് ഈ ദിവസങ്ങളിൽ കാണുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. മൂന്നാമത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന അടുത്തതായ ഒരു കാര്യമാണ്, കർത്താവെ എന്നെ എന്ത് ചെയ്യണം, മാറ്റണം, എന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണം, എൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യണം, പണിയണം. ഹല്ലേലൂയ. എന്നെ മാറ്റണം. എൻ്റെ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36:26 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുകയാണ്, നിന്നെ എന്ത് ചെയ്യും, ദൈവം ചേഞ്ച് ചെയ്യും. നിൻ്റെ പഴയ ഹൃദയത്തെ ദൈവം മാറ്റും. പഴയ ഹൃദയത്തിൻ്റെ പ്രത്യേകത കഠിനമായ ഹൃദയമാണ്, ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു ഹൃദയമാണ്, പാപത്തിൻ്റെ ഹൃദയമാണ്. ആ ഹൃദയത്തെ ദൈവം മാറ്റി പുതിയ ഒരു ഹൃദയം ദൈവം നമുക്ക് തരും. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, പുതിയ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഹല്ലേലൂയ. പഴയത് പാപത്തിന് ദാസനായിരിക്കുമ്പോൾ, പാപത്തിന് അടിമയായിരിക്കുമ്പോൾ, പിശാചിൻ്റെ ആത്മാവിനാൽ നാം വസിക്കുമ്പോൾ ദൈവം അത് മാറ്റി, പഴയ ഹൃദയത്തെ മാറ്റി, പിശാചിൻ്റെ പദ്ധതികളെല്ലാം തകർത്തെറിഞ്ഞ് പഴയ പിശാചിൻ്റെ ഹല്ലേലൂയ തന്ത്രങ്ങളെല്ലാം മാറ്റി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നമ്മളെ ഫില്ല് ചെയ്ത് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മാറിയ എത്രയോ വ്യക്തികളെ നമുക്കറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് തൊട്ട് ഒരു വ്യക്തി ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ സക്കായി ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ സക്കായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ ദൈവം അവൻ്റെ അടുക്കൽ വന്ന സമയത്ത് അവൻ്റെ ജീവിതം മാറിയെന്ന് നമുക്കറിയാനിടയാണ്. ഹല്ലേലൂയ. ദൈവം അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ യേശു കർത്താവ് ഒരിക്കലും അവൻ്റെ അടുത്ത് പറഞ്ഞില്ല, നീ എന്ത് ചതിയായി വാങ്ങിച്ചതൊക്കെ തിരിച്ചു കൊടുക്കണം, നീ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നീ മാനസാന്തരപ്പെടണം ഒന്നും പറഞ്ഞില്ല. പക്ഷെ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ അവൻ്റെ ജീവിതം മാറുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ, കർത്താവ് എന്നെ ഒന്ന് മാറ്റണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാറ്റം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ മാറ്റുവാൻ വേണ്ടി നമ്മൾ പറയാറില്ല. കാര്യം നമുക്കിങ്ങനെ സേഫ് സോണിൽ ഇരിക്കുവാനാണ് ആഗ്രഹം, നമ്മുടെ പഴയ പാപങ്ങളുമായി നമുക്കിങ്ങനെ വസിച്ച് ജീവിക്കാനായിട്ടാണ് ആഗ്രഹം. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് അങ്ങനെ മാറ്റണം. എങ്ങനെ മാറ്റണം? യേശുവിനെ പോലെ മാറ്റണം. എൻ്റെ ജഡ സ്വഭാവങ്ങൾ, പാപ സ്വഭാവങ്ങളെല്ലാം മാറ്റി എനിക്ക് യേശുവിനെ പോലെ ആകണം, എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റണമെന്ന് ദൈവസന്നിധിയിൽ പറയണം. അങ്ങനെ പറഞ്ഞാൽ ദൈവം നിശ്ചയമായി നമ്മുടെ ജീവിതത്തെ മാറ്റാനിടയായിത്തീരും. ഹല്ലേലൂയ. നാലാമതായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്, കർത്താവിനോട് പറയണം, കർത്താവേ അങ്ങനെ നയിക്കണം. ഹല്ലേലൂയ. എന്നെ ലീഡ് ചെയ്യണം. ഹല്ലേലൂയ. ലീഡ് മീ ലോർഡ്. എന്നെ നയിക്കണം. എങ്ങനെയാണ് നയിക്കേണ്ടത്? അതിൻ്റെ സങ്കീർത്തനങ്ങൾ 23:3 പറയുന്നു, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം നീതി പാതകളിൽ എന്നെ നടത്തുന്നു. ദൈവം നമ്മെ നടത്തുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ നീതിയുള്ള പാതകളിലാണ് ദൈവം നമ്മെ നടത്തുന്നത്. അനീതിയുള്ള പാപമുള്ള ജീവിതത്തിലല്ല ദൈവം നമ്മെ നടത്തുന്നത്. നമുക്ക് സമാധാനം തന്ന് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിച്ച് ഹല്ലേലൂയ ദൈവം നമ്മെ നീതിപാതകളിലൂടെ നടത്തും. നമ്മൾ പലപ്പോഴും നമുക്ക് പ്രാണനെ നമുക്ക് തണുപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറയട്ടെ, പ്രാണൻ എന്ന് പറയുന്നത് മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദേഹിയാണ്, അല്ലെങ്കിൽ പ്രാണനാണ്. ഈ പ്രാണനെ തണുപ്പിക്കുവാൻ രണ്ട് കാര്യത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. ഒന്ന് പരിശുദ്ധാത്മാവ്, രണ്ട് അത് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത്, അത് നമ്മുടെ ആത്മാവിൽ അല്ലെങ്കിൽ
അല്ലെങ്കിൽ പ്രാണനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ വളരെ തണുപ്പ് അനുഭവിപ്പാനുണ്ടാകും, നമുക്ക് സൗഖ്യം അനുഭവിപ്പാനുണ്ട് ഇടയായിത്തീരും, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ പറ്റും, സമാധാനത്തെ അനുഭവിപ്പാനായിട്ട് പറ്റും. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ദേഹിയിലുള്ള പ്രയാസങ്ങൾ, ദേഹിയിലുള്ള പ്രശ്നങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റുവാനിടയായിത്തീരും. നമ്മുടെ പ്രാണനെ ദൈവം ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. പ്രാണനെ നമ്മളെ മാറ്റിയിട്ട് ദൈവം തൻ്റെ നീതിയുള്ള പാതകളിൽ നമ്മളെ നടത്തുവാനിടയായിത്തീരും. സങ്കീർത്തനങ്ങൾ 32:8 പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു. ദൈവം നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞിരുന്ന ദൈവമാണ്. നമ്മെ ഹല്ലേലൂയ വഴി നടത്തുന്ന ദൈവമാണ്. വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകുന്ന ദൈവമല്ല, നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ആ നല്ല ദൈവം നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം നിന്നെ എന്ത് ചെയ്യില്ല, കൈവിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ മേഘസ്തംഭമായി അഗ്നി സ്തംഭവുമായി ഇസ്രായേൽ മക്കൾക്ക് വഴി തെറ്റാതെ മരുഭൂമിയിൽ പകൽ മേഘസ്തംഭവുമായി രാത്രി അഗ്നി സംഭവമായി ദൈവം അവരെ മുമ്പിൽ നിന്നും നയിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധ്യമെങ്കിൽ ഈ രാത്രികാലം പറയട്ടെ, ദൈവം നിൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ, കർത്താവുമായിട്ടുള്ള ബന്ധം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശുവിനോട് പറയണം, യേശുവേ, അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ നയിക്കണമെന്ന ഒരു വാക്ക് ഈ രാത്രികാലം നമ്മൾ പറയുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. അഞ്ചാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം എന്ന ദൈവത്തോട് നമ്മൾ പറയണം. ഹല്ലേലൂയ. അത് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. ദൈവമേ, അങ്ങ് എൻ്റെ ജീവിതത്തെ പരിശോധിക്കണം. കാര്യം ജീവിതത്തിൽ പരിശോധനയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആരൊരു ഉയർച്ചയുണ്ടാകാനായിട്ട് പറ്റുന്നില്ല. ദൈവത്തെ ആഴമായി സ്നേഹിച്ച, ദൈവം ആഴമായി സ്നേഹിക്കുകയും ദൈവത്തെ ആഴമായി സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ദാവീദ് തന്നെ പറയുകയാണ്, സങ്കീർത്തനങ്ങൾ 139:23 പറയുന്നു, ദൈവമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണം, എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങളെ അറിയണം, എൻ്റെ നിലവുകളെ അറിയണമേ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, 1 ദിനവൃത്താന്തം 28:9 പറയുന്നു, യഹോവ എല്ലാ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും ചിന്തകളെയും ഭാവങ്ങളെയൊക്കെയും ഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയും. നമ്മുടെ ഹൃദയത്തെ ദൈവം പരിശോധിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവം ഹൃദയത്തെ പരിശോധിച്ചിട്ട്, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവ്, എൻ്റെ ഹൃദയത്തെ അങ്ങ് പരിശോധിക്കണം, എൻ്റെ മനസ്സിനെ പരിശോധിക്കണം, എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് ദൈവഹിതമില്ലാത്തതെല്ലാം അങ്ങ് പറിച്ചു കളയണം. പരിശുദ്ധാത്മാവ് അങ്ങ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവഹിതമില്ലാത്തത്, വേണ്ടാത്തതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് എന്നെ അങ്ങേപോലെ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പറഞ്ഞാൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുവാനുള്ള ഷോർട്ട് കട്ടുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ മറുപടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയായിത്തീരും. ഹല്ലേലൂയ. ആറാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവം ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ നിയമത്തിൽ നമുക്ക് ഏറ്റവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധ്യമാകുന്നതെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ നമ്മൾ കേൾക്കുമ്പോൾ, ദൈവശബ്ദത്തെ കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങ് എന്നോട് സംസാരിക്കണം. ഞാൻ പറയട്ടെ, ദൈവം നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കിടക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞാൽ, യേശുവേ, അങ്ങ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നിശ്ചയമായി ദൈവത്തിനോട് സംസാരിക്കും. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ 10,000 അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. പിറ്റേ ദിവസം നടക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങൾ, ഹല്ലേലൂയ, രാത്രി, ഹല്ലേലൂയ, ഞാൻ സ്വപ്നത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ദർശനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങ് എന്നോട് സംസാരിക്കണം. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന വഴികൾ, ഒന്ന്, സ്വപ്നത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും, 2, ദർശനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും, ദൈവവചനത്തിലൂടെ സംസാരിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവവചനമാണ്. ആ ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് എപ്പോഴും ഇടപെട്ടുകൊണ്ടേയിരിക്കും. പലരും പറയാറുണ്ട്, ദൈവശബ്ദത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയും, ദൈവവചനം നിൻ്റെ കയ്യിലുണ്ട്, അത് തന്നെയാണ് ദൈവശബ്ദം. അത് ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിപ്പാനിടയായിത്തീരും. അപ്പോൾ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത് നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധ്യമാണ്. രണ്ടാമത്, ഒരു ഓഡിബിൾ വോയിസ് പോലെ ദൈവം നമ്മളെടുത്ത് സംസാരിക്കും. ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മളോട് സംസാരിക്കും. ഒരു പിതാവ് നമ്മളോട് സംസാരിക്കുന്നത് പോലെ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ബാലനായ ശമൂവേലിനെ ദൈവം വിളിക്കുന്ന സമയത്ത് 1 ശമൂവേൽ
3-ാമത്തെ അധ്യായമെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് രാത്രിയിൽ ദൈവം ശമൂവേലിനെ വിളിച്ചപ്പോൾ ഹല്ലേലൂയ ഏലിയുടെ ഉപദേശപ്രകാരം ഇപ്രകാരമാണ് ശമൂവേലിൻ്റെ അടുത്ത് ഏലി ഇപ്രകാരം പറയുകയുണ്ടായി, ഇനി ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ അടിയൻ കേൾക്കുന്നു എന്ന് ഹല്ലേലൂയ നീ പറയണം എന്ന് ഏലി എന്ത് ചെയ്തു? ശമൂവേലിൻ്റെ അടുത്ത് പറയാനിടയായി തീർന്നു. കർത്താവേ അങ്ങനോട് സംസാരിക്കണം, അടിയൻ കേൾക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ മുഖപക്ഷമുള്ള വ്യക്തിയല്ല. അത് ദൈവം എന്നോട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവം സംസാരിക്കും. അത് ദൈവം ഹല്ലേലൂയ ശക്തന്മാരായ പ്രവാചകനിലോട് സംസാരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളോടും സംസാരിക്കും. നമുക്ക് പ്രത്യേകതയൊന്നുമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുമ്പോൾ, സമയം കണ്ടെത്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് പറ്റും. ദൈവശബ്ദത്തെ കേൾക്കാൻ പറ്റുന്നത് നമുക്ക് കർത്താവേ എനിക്ക് അങ്ങയെ കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ദൈവത്തോട് പറയണം. അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ അടുക്കൽ നമ്മൾ പറയുന്നത് പോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാർത്ഥനയിൽ വ്യത്യാസമുണ്ടാകാനിടയായി തീരും. ഹല്ലേലൂയ. 7-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവശബ്ദം, അത് ദൈവം സംസാരിക്കുന്ന കാര്യം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ഹെൽപ്പ് മീ ടു ലിസൺ. അതിന് ദൈവമേ കർത്താവേ അങ്ങ് പറയുന്ന കാര്യം എനിക്ക് കേൾക്കണം. ഹല്ലേലൂയ. കേട്ടിട്ട് കേൾക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് നൽകണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ നമ്മളായിരിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത നിമിഷം പെട്ടെന്ന് പാമടക്കി ഇല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റ് ഓടുന്ന വ്യക്തികളാണ് നമ്മൾ എല്ലാവരും. പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-20 മിനിറ്റ് ദൈവശബ്ദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവത്തോട് പറയണം, അങ്ങനോട് സംസാരിച്ചിട്ടല്ലാതെ ഞാൻ ഈ സ്ഥലം വിട്ട് മാറത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് പറയണം, യേശുവേ അങ്ങനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തോട് പറഞ്ഞ ശേഷം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി നിങ്ങൾ വെയിറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങളൊരു ചില നാളുകൾ കഴിയുമ്പോൾ ദൈവം ഒരുപക്ഷെ തൻ്റെ ദൂതനെ അയക്കും, ഇല്ലെങ്കിൽ ഒരു ദൈവശബ്ദം കേൾക്കും, ഇല്ലെങ്കിൽ ദൈവിക വെളിപ്പാടിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും, ദൈവിക ദർശനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ ദൈവ വചനത്തിലൂടെ ദൈവം നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസന്നിധിയിൽ കേൾക്കുവാൻ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുവാനിടയായി തീരും. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കേൾക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തി അവരുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുണ്ടാകും, ഡിവൈൻ പീസ് ഉണ്ടാകും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെപ്രാളപ്പെട്ട് ഓടുന്ന വ്യക്തികളാണ്. പക്ഷേ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് നമ്മൾ വില്ലിങ് ആണെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കാനും ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, സദൃശ്യവാക്യങ്ങൾ 8:34 പറയുന്നു, എൻ്റെ വാതിൽക്കൽ ദിവസേന ജാഗരിച്ചും എൻ്റെ കട്ടളകൾ കാത്തുനിന്ന് എൻ്റെ വാക്ക് കേൾക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ആ വ്യക്തി ഏറ്റവും ഭൂമിയിൽ ഭാഗ്യമുള്ള വ്യക്തി എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. യാക്കോബ് 1:19 പറയുന്നു, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുന്ന താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ കേൾക്കുവാൻ തക്കവണ്ണം നമുക്കൊരു മനസ്സുണ്ടാകണം. മനുഷ്യനിൽ നിന്ന് മാത്രം ദൈവത്തിൽ നിന്ന്. മനുഷ്യൻ്റെ വാക്കുകൾ പലപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മനുഷ്യനിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളൊരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിൻ്റെ ഈ ലോകപ്രകാരമായിട്ടുള്ള ചില വ്യക്തികളെ ദൈവം കട്ട് ചെയ്ത് കളയും. നമ്മൾ ചിന്തിക്കും അയാളും പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളെ ദൈവം കട്ട് ചെയ്ത് കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് അത് ആഗ്രഹം ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവം ഒരു പിതാവിനെ പോലെയാണ്, ഒരു മാതാവിനെ പോലെയാണ്. എപ്പോഴും ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ ദൈവം എപ്പോഴും ശ്രമിക്കും. അപ്പോൾ വേണ്ടാത്ത ബന്ധങ്ങളിലേക്ക് കുടുങ്ങിപ്പോകാതിരിക്കാൻ ദൈവം നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എപ്പോഴും കാക്കുകയും പരിപാലിക്കുകയും ചെയ്യും. നമുക്ക് ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും മടിയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും പ്രാർത്ഥിച്ച് ഒരു വിടുതൽ തന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് കർത്താവേ അങ്ങനോട് സംസാരിക്കണം, അങ്ങനെ സഹായിക്കണം, അങ്ങേ നിന്ന് കേൾക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നിശ്ചയമായി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം, അവിടെ 2 വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണാം. 1 മാർത്തയും 2 മറിയയും. മാർത്ത വേലയിലായിരിക്കുമ്പോൾ മറിയ യേശുവിൻ്റെ പാദത്തിൽ നിന്ന് അവൻ്റെ വചനം കേട്ടു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധ്യമാണ്. 1-ാമത്തെ വ്യക്തി മാർത്ത എന്ന് പറയുന്നത് ഹല്ലേലൂയ, എപ്പോഴും അവർ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന സമയത്ത് മറിയ
ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹാലൽ ചെന്നിരിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഇരിക്കുകയാണ്. ഹാലൽ നല്ല ഒരു ഹാലൽ ഓഹരിയാണ് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ യേശുവിൽ നിന്ന് ഹാലൽ സാക്ഷ്യപ്പെടുത്തിയെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. നമ്മുടെ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പണിയാനിടയായിത്തീരും. പലരും എന്നെ വിളിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള പ്രാർത്ഥനയിൽ വേണ്ടിയിട്ട് പലരും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവ്, എനിക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥനയിൽ എനിക്ക് മുന്നേറാനായിട്ട് പറ്റുന്നില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മുന്നേറാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എനിക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമില്ല. ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയുമായിട്ടൊരു ബന്ധമുണ്ട് എങ്കിൽ എനിക്ക് ഹല്ലേലൂയ ആ വ്യക്തിയോട് ഞാൻ സമയം ചെലവഴിച്ച് ഞാൻ എന്ത് ചെയ്യും, ആ സമയം കണ്ടെത്തി ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കും. ഈ ഭൂമിയിൽ നമുക്ക് അങ്ങനെ ഒരു സ്നേഹിതനോ സ്നേഹിതയോ കൂട്ടുകാരിയോ ഒക്കെ നമുക്കുണ്ടെങ്കിൽ, നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സമയം കണ്ടെത്തി എന്ത് ചെയ്യും, ആ വ്യക്തിയോട് സംസാരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനോട് നമുക്ക് സംസാരിക്കുവാൻ താല്പര്യമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? പരിശുദ്ധാത്മാവ് എങ്ങോ ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. പക്ഷേ നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നമ്മുടെ സകല ബലഹീനതയോടെയാണ് ഹല്ലേലൂയ വ്യക്തി നമ്മളെ മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും തിരിച്ചറിയണം. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നാം പാപിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ പാപത്തെ മാറ്റി നമ്മളെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് നമ്മെ വെടിപ്പാക്കി നമ്മുടെ ജീവിതത്തെ പണിതുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. എന്തിലേക്ക്? നമ്മൾ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നത് വരെയും പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യും, ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മളെ പണിതുകൊണ്ടേയിരിക്കും. നമ്മളത് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് അന്തരീക്ഷങ്ങൾ പലപ്പോഴും ആദ്യ നാളുകളിൽ ചിലപ്പോൾ വളരെയധികമായ ദുർഘടമായ അനുഭവങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും. പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്തുകൊണ്ടെന്നറിയാമോ? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമുക്ക് വിരോധമായി ശത്രു, പല അന്ധകാര ശക്തികളും നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് ആരെങ്കിലും കാണുവാനായിട്ട് സാധ്യമാണ്. പക്ഷേ അതിനെ ജയിക്കുവാനായിട്ട് സാധ്യമാകുന്നത് ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അടുത്തതായി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തോട് പറയണം: കർത്താവേ, അങ്ങയെ അനുസരിപ്പാൻ, അങ്ങയുടെ വചനത്തെ അനുസരിപ്പാൻ എന്നെ സഹായിക്കണം. ദൈവത്തോട് നമുക്ക് പറയാൻ പറ്റും. പലപ്പോഴും ദൈവവചനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനുസരിക്കാൻ പറ്റാറില്ല. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് അനുസരിക്കാൻ പറ്റാറില്ല. ദൈവം പറയുന്ന കാര്യം നമുക്ക് അനുസരിക്കാൻ പറ്റാറില്ല. ഹല്ലേലൂയ, യോഹന്നാൻ 14:15 പറയുന്നു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ ഹല്ലേലൂയ പ്രമാണിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമുക്ക് പ്രമാണിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനോട് പറയും: പരിശുദ്ധാത്മാവേ, അങ്ങെന്നെ സഹായിക്കണം. എന്തിനാണ്? ദൈവവചനത്തെ അനുസരിക്കുവാൻ എന്നെ സഹായിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, 1 ശമൂവേൽ 15:22 പറയുന്നു: യഹോവയുടെ വാക്ക് ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദകമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേജസ്സിനേക്കാളും നല്ലത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നത് ഹോമയാഗത്തെക്കാളും ഹനനയാഗത്തെക്കാളും യഹോവയ്ക്ക് പ്രസാദമുള്ളത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊരാഗ്രഹമുണ്ട് എങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റും. ഹല്ലേലൂയ. യോനയുടെ ജീവിതത്തിൽ അനുസരിക്കാൻ മടിയുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം നോഹയുടെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവത്തെ അനുസരിച്ച വ്യക്തിയാണ് നോഹ. എന്നാൽ യോനയുടെ ജീവിതത്തിൽ നോക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, അനുസരിക്കാൻ മടി കാണിച്ചൊരു വ്യക്തിയാണ്. ദൈവം പറഞ്ഞിട സ്ഥലത്തേക്ക് പോയില്ല. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിൽ വളരെ തിക്തമായ അനുഭവങ്ങളിലൂടെ യോനയ്ക്ക് ജീവിതത്തിൽ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ 6-ാമത്തെ അധ്യായം നോക്കുമ്പോൾ നോഹ ഹല്ലേലൂയ ദൈവം നോഹയോട് പറഞ്ഞു: നീ എന്ത് ചെയ്യണം? നീ ഒരു പെട്ടകം എന്ത് ചെയ്യണം? പണിയണം. ഹല്ലേലൂയ. ആ സമയത്ത് ഹല്ലേലൂയ മഴ കണ്ടിട്ടില്ലാത്ത വ്യക്തി ദൈവം പറഞ്ഞതായിട്ടുള്ള വാഗ്ദത്തം കേട്ടിട്ട് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നത്. ഹല്ലേലൂയ. പിന്നത്തേതിൽ ഹല്ലേലൂയ ദൈവം തൻ്റെ വാക്ക് കേട്ടപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു: മറ്റുള്ളവർ തന്നെ പരിഹസിച്ചു, മറ്റുള്ളവർ തന്നെ നിന്ദിച്ചു, മറ്റുള്ളവർ തൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ഭോഷത്വമാണെന്ന് പറഞ്ഞ സമയത്ത് മഴ പെയ്യും, ഹല്ലേലൂയ ഭൂമി നശിക്കുവാനായിട്ട് പോയി എന്ന് പറഞ്ഞ് താൻ
പറയാൻ തുടങ്ങിയപ്പോൾ ആരും അത് കേട്ടില്ല. പക്ഷേ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന മഴ തുടങ്ങിയ സമയത്ത് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴും പലരും വന്ന് യോനയെ തട്ടി വിളിക്കുകയാണ്, ഹല്ലേലൂയ, എന്നെ ഒന്ന് എന്ത് ചെയ്യണം, പെട്ടകത്തിലേക്ക് ഒന്ന് കയറ്റണം. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് യോനയാണ് വാതിലടച്ചെങ്കിൽ യോന നിശ്ചയമായിട്ടും തുറക്കും. പക്ഷേ എന്ത് ചെയ്യും? ദൈവമാണ് എന്ത് ചെയ്തത്? യോനെ ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചത്. ദൈവം ഒരു സാധനം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിക്ക് തുറക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിലും ദൈവം തുറന്നു കഴിഞ്ഞാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഞാൻ പറയട്ടെ, നോഹയുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവം ഒരു വാതിൽ അങ്ങ് ഹല്ലേലൂയ എന്ത് ചെയ്തു? പെട്ടകത്തിന് വാതിൽ ദൈവം അങ്ങ് അടയ്ക്കാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ അതുപോലെ നമ്മുടെ ജീവിതത്തിലും പിശാച് കയറാതെ വണ്ണം, ശത്രു കയറാതെ വണ്ണം ദൈവം ചിലതിനൊക്കെ അടച്ച് നമ്മളെ ദൈവം സംരക്ഷിക്കുന്ന നല്ല ദൈവമാണ്. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിനോട് നമ്മൾ പറയേണ്ട കാര്യം, കർത്താവേ അങ്ങ് എന്നെ പണിയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ പണിയുന്ന ഒരു നല്ല ഒരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64:8 പറയുന്നതാണ്, യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളെ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനും ആകുന്നു, ഞങ്ങൾ എല്ലാവരും നിൻ്റെ കൈപ്പണികളത്രേ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയാണ്. അപ്പോൾ ഹല്ലേലൂയ നമ്മൾ കളിമണ്ണാണ്. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ കളിമണ്ണിനെ പണിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അപ്രകാരം നമ്മളെ പണിയുവാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ പണിയുന്നത്, നമ്മളെ മോൾഡ് ചെയ്യുന്നതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന അതുപോലെയാണ് ദൈവം നമ്മെ പണിയുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം 18:6 പറയുന്നു, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഗ്രഹമേ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. കുശവൻ്റെ കയ്യിൽ എങ്ങനെയാണ് അതൊരു കളിമണ്ണിരിക്കുന്നത്? നമുക്കറിയാം, ഒരു കുശവനാണ് കളിമണ്ണ് കൊണ്ട് പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ പാത്രങ്ങളെ നിർമ്മിക്കുന്നതായിട്ടുള്ള ഈ കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് ദൈവത്തിൻ്റെ കയ്യിൽ നാം ആയിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ കുശവൻ്റെ വീട്ടിലേക്ക് പോകാൻ തക്കവണ്ണം ദൈവം പ്രവാചകനോട് പറയുകയുണ്ടായി. അവിടെ പോകുന്ന സമയത്ത് ഹല്ലേലൂയ പല പാത്രങ്ങളും ഹല്ലേലൂയ മണ്ണ് കുഴച്ച് ഹല്ലേലൂയ അത് പാത്രമായി മാറുന്നത് ഇതാ പ്രവാചകൻ കാണുകയാണ്. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം ഇപ്രകാരമാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നല്ലൊരു കളിമൺ പാത്രമായി തീരുവാൻ ഹല്ലേലൂയ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു ശക്തിയായി ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ഒരു ദൈവദാസി ഒരിക്കൽ ഇങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, കർത്താവേ ഹല്ലേലൂയ അങ്ങേ ഞാനൊരു മാനപാത്രമായി തീരുവാൻ അങ്ങ് എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവം നമ്മയും ഒരു മാനപാത്രമായി മാറ്റുവാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, നാം യേശുവിനോട് പറയണം, പരിശുദ്ധാത്മാവിനോട് പറയണം, യേശുവേ അങ്ങേ എനിക്ക് മതി, ലോകത്തെ വേറെ ഒന്നിനെ എനിക്ക് വേണ്ട എന്ന് പറയുവാൻ കേൾക്കുവാൻ ഏറ്റവും ആഗ്രഹമുള്ള നല്ല ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മളായിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പറയണം, കർത്താവ് ഈ ലോകത്തെ എൻ്റെ അപ്പനേക്കാളും അമ്മയെക്കാളും ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും വസ്തുവകളെക്കാളും ജോലിയെക്കാളും കുടുംബജീവിതത്തെക്കാളും നമ്മളെ നല്ല ഡിഗ്രികളെക്കാളും ദൈവം തന്ന സകല സൗഭാഗ്യത്തെക്കാളും ഭൂമിയെക്കാളും ഈ ലോകത്തിലെ എല്ലാ നന്മകളെക്കാളും കാറിനേക്കാളും വാഹനങ്ങളെക്കാളും ഒക്കെ എനിക്ക് യേശുവേ എനിക്ക് അങ്ങയെ മാത്രം മതി എന്ന് പറയുന്നതാണ് ഹല്ലേലൂയ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു ദൈവദാസനെ, ശക്തനായ ഒരു ദൈവദാസനെ ദൈവം ഹല്ലേലൂയ സ്വർഗത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ ഇടയായി തീർന്നു. അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം, നിൻ്റെ കൃപകളാലും കൃപാവരങ്ങളാലും എന്നെ നിറച്ച് കർത്താവേ അങ്ങ് എന്നെ ദൈവരാജ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ ദൈവം ദർശനത്തിൽ സ്വർഗത്തേക്ക് എടുത്തുകൊണ്ട് പോകാനിടയെ താൻ പിതാവിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം അപ്രകാരമാണ് ചോദിക്കുന്നത്, നിനക്ക് എന്നെ വേണോ ഇല്ലെങ്കിൽ എൻ്റെ കൃപാവരങ്ങളെ വേണോ? അപ്പോൾ പെട്ടെന്ന് ഹല്ലേലൂയ താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ദൈവമേ എനിക്ക് അങ്ങയെ മാത്രം മതി, എനിക്ക് അങ്ങയെ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ വേണ്ടി ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനോട് പറയാമോ, പരിശുദ്ധാത്മാവ് അങ്ങ് എൻ്റെ ജീവിതത്തിൽ മതി, യേശുവേ അങ്ങ് എൻ്റെ ജീവിതത്തിൽ മതി, എൻ്റെ ജീവിതത്തിൽ അങ്ങുണ്ടെങ്കിൽ സകലതും ഹല്ലേലൂയ ഞാൻ കൊണ്ട് തൃപ്തനാണ് എന്ന് പറയാനിടയായി തീർന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലൊരു ഒരു കുസൃതിയായിട്ടുള്ള ഒരു കുഞ്ഞ് ഒരിക്കലൊരു രാജാവ് ഒരിക്കലും ഡിക്ലെയർ ചെയ്തു, വിളംബരം പറയാനിടയായി തീർന്നു, നിങ്ങൾക്ക് ഞാൻ എല്ലാ ഇന്ന ദിവസം ഒരു പ്രത്യേക ദിവസം രാജാവ് നിശ്ചയിച്ചിട്ട് തൻ്റെ പ്രജകളെടുത്ത് പറയാനിടയായി തീർന്നു, നിങ്ങൾ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരണം, നിങ്ങൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം അത് എന്ത് തന്നെയായിരുന്നല്ലോ അത് നിങ്ങളുടെ സ്വന്തമായി തീരും എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെല്ലാവരും
അവരുടെ കഴുതയും കുതിരയെല്ലാം കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ ഈ ദർബാറിലേക്ക് അതിനെ പുറത്ത് നിർത്തിയിട്ട് തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് കയറി അവിടെ സ്വർണ്ണ പാത്രങ്ങൾ കൊണ്ട് ഒരു സൈഡിൽ സ്വർണ്ണ നാണയങ്ങൾ കുട്ടിയിട്ടിട്ടുണ്ട്. അതെല്ലാം വാരി 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 പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കൊച്ചു മകൻ അവിടെ നിൽക്കുന്നത് അവൻ നോക്കിയ സമയത്ത് ഒരിടത്തും പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തനിക്ക് അവിടെ സ്പർശിക്കാൻ പറ്റുന്നില്ല. അത് നാം നോക്കുന്ന സമയത്ത് എല്ലായിടത്തും ആൾക്കാർ കിടന്ന് അടികൂടുകയാണ്. സ്വർണ്ണ പാത്രങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വർണ്ണ ഇതിന് വേണ്ടിയിട്ട്, നാണയങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം കിടന്ന ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടിയിട്ടെല്ലാം കിടന്ന് അടികൂടുന്നത് കാണാൻ ഇടയായി തീർന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് രാജാവ് മാത്രം ഒറ്റയ്ക്കിരിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ഈ കുസൃതി പിടിച്ച ഈ മകൻ ചെന്നിട്ട് ചോദിച്ചു, രാജാവ് നീ പറഞ്ഞത് ശരിയാണോ? ഞാൻ തൊടുന്നത് എന്തും എനിക്ക് സ്വന്തമായി തീരും. അപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, നീ തൊടുന്നത് എന്തും അത് നിനക്ക് സ്വന്തമായി തീരുവാനിടയായി തീരും. ഈ കുഞ്ഞ് രാജാവിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ രാജാവേ, നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് ഈ രാജാവിനെ പോയി കെട്ടിപ്പിടിക്കാനിടയായി തീർന്നു. ഈ രാജാവ് ഡിക്ലെയർ ചെയ്തത്, രാജാവ് വിളംബരം പറഞ്ഞത്, നീ ഇപ്പോൾ എന്ത് തൊട്ടാലും എന്താണ് ആ തൊടുന്ന സാധനം നിനക്കുള്ളതായി തീരുവാനിടയായി തീർന്നത്. എല്ലാവരും നന്മകളെ കൊണ്ട് നന്മകളെ വാങ്ങി അവരുടെ ചാക്കിനകത്താക്കി അവരുടെ നന്മകളെയും കൊണ്ട് അവർ പോയ സമയത്ത് ആ നന്മ കുറച്ച് നാൾ കഴിഞ്ഞാൽ തീർന്നു പോകും. പക്ഷേ ഈ കൊട്ടാരത്തിൽ പിറ്റേ ദിവസം ഈ വന്ന ആൾക്കാരൊന്നും എന്തില്ല, ആരുമില്ല. ഈ കൊട്ടാരത്തിൽ സ്വന്തമായി തീരാനിടയായത് കൊട്ടാരവും രാജാവും രാജ്യവും എല്ലാം സ്വന്തമായി തീർന്നത് ഈ കുഞ്ഞിന് മാത്രമേ ഉള്ളൂ. കാര്യം അവൻ തൊടേണ്ട വ്യക്തിയാണ് തൊട്ടത്. ഈ രാത്രികാലം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ ഈ രാത്രികാലം നിങ്ങൾ എവിടെയാണ് തൊടുന്നത്? ഹല്ലേലൂയ. യേശുവിനെയാണോ തൊട്ടാൽ യേശുവിനോട് പറയണം, യേശുവേ എനിക്ക് അങ്ങയെ മാത്രം മതി. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. അല്ല, നിങ്ങൾക്ക് ഒരു പക്ഷേ വളരെ പ്രയാസത്തോടെ ആയിരിക്കാം കടന്നു പോകുന്നത്, വേദനയോടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്, നിരാശയോടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബജീവിതം അല്ലെങ്കിൽ നമ്മൾ പണിത അല്ലെങ്കിൽ നേരെയാകത്തേയില്ല. ഹല്ലേലൂയ. പലരും, ഞാനൊരു കൗൺസിലിംഗ് സെൻറ്ററിൽ ദീർഘവർഷങ്ങളോളമായിരുന്ന വ്യക്തിയാണ്. അവിടെ പലരും വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ഹല്ലേലൂയ ബ്രദറെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സകല പരിപാടിയും നോക്കി മന്ത്രവാദങ്ങൾക്ക് വരെ പോയിട്ട് ഹല്ലേലൂയ ഒരു കാര്യം നടക്കാതെ ഞങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, ദൈവം അത്ഭുതം പ്രവർത്തിച്ചവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനിടയായി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്തെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ ഞങ്ങൾക്കറിയില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അറിയുന്ന ഒറ്റ കാര്യം, വരുന്ന വ്യക്തികളെടുത്ത് ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ യേശുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം, രുചിച്ചറിയണം. നിങ്ങൾ യേശുവിനെ മാത്രം മതിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ യേശു അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ പറയട്ടെ, യേശു നിൻ്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തി നിൻ്റെ ജീവിതത്തിൽ വരില്ല. ഞാൻ പറഞ്ഞുവല്ലോ, ഹല്ലേലൂയ. നിങ്ങൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 42:1 പറയുകയാണ്, മാൻ നീർത്തോടുകൾക്കായി കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് കാംക്ഷിക്കുന്നെന്ന് ദാവീദ് പറയുകയാണ്. ദാവീദിൻ്റെ ഹൃദയം ഒരു മാൻ എപ്രകാരം നീർത്തോടിന് വേണ്ടി ദാഹിക്കുന്നുവോ അപ്രകാരം ഹല്ലേലൂയ ആത്മാവ് ദൈവത്തിന് വേണ്ടി ചേരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്, ഒരു വ്യാപാരി ഏറ്റവും ഹല്ലേലൂയ വിലയേറിയതായ ഒരു മുത്ത് അവൻ്റെ ജീവിതത്തിൽ കണ്ട സമയത്ത് തൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് ആ മുത്തിനെ സ്വന്തമാക്കാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, പലരും നമ്മളെ നോക്കി ഭോഷത്വമാണ്, പ്രാർത്ഥന ഒരു ഭോഷത്വമാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ മണ്ടന്മാരാണെന്ന് ഒക്കെ നമ്മളെ നോക്കി പരിഹസിക്കുമ്പോൾ, അത് പലരും നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ ഒരു കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയെന്ന ഒറ്റ വ്യക്തി ലജ്ജിപ്പാൻ തക്കവണ്ണം ദൈവം എന്തില്ല, ഇടയാക്കത്തേയില്ല. ഞാനതുകൊണ്ട് ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കുറച്ച് സമയം ഞാൻ ചിലവഴിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറഞ്ഞതായി ഈ 10 പോയിന്റ് ഹല്ലേലൂയ നിങ്ങളെപ്പോഴും മനസ്സിൽ വെച്ചുകൊള്ളണം. ഒന്നാമത്തെ പോയിന്റ്, ഞാൻ ദൈവത്തോട് നമ്മൾ പറഞ്ഞൊരു കാര്യം, ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ എന്ന് പറയുവാൻ ദൈവത്തിനോട് എന്ത് ചെയ്യണം, അതൊരു താല്പര്യമുള്ള വ്യക്തിയായിരിക്കണം. 2, എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, എപ്പോഴും ദൈവത്തോട് പറയേണ്ട ഒരു കാര്യം, കർത്താവേ അങ്ങനെ സഹായിക്കണം. ദൈവം എപ്പോഴും നമ്മെ സഹായിക്കുവാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. നമ്മൾ വാ തുറന്ന് പറയണം, വാ അടച്ച് പറയരുത്. ഹൃദയം കൊണ്ട് പറയണില്ല, വാ കൊണ്ട് പറയണം, യേശുവേ അങ്ങ് എന്നെ സഹായിക്കണം, എൻ്റെ ഭവനത്തെ അങ്ങയുടെ കരത്തിൽ തരുന്നു, എൻ്റെ കുടുംബത്തെ അങ്ങ് തരുന്നു, അങ്ങ് പണിയണം. നമുക്കാരെയും പണിയാൻ പറ്റില്ല, നമുക്കൊരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, സുവിശേഷം പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തോട് പറയണം, കർത്താവ് എന്നെ ചേഞ്ച് ചെയ്യണം, ചേഞ്ച് മീ ലോർഡ്, എന്നെ മാറ്റണം.
ഹല്ലേലൂയ. എന്നെ നടത്തണം, എൻ്റെ ജീവിതത്തെ അങ്ങ് നയിക്കണം, എന്നെ പരിശോധിക്കണം, ഹല്ലേലൂയ. എന്നോട് സംസാരിക്കണമേ, എന്നെ സഹായിക്കണം, എന്നെ കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ, ഹല്ലേലൂയ, എന്നെ സഹായിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, അത് അനുസരിക്കുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. എൻ്റെ ജീവിതത്തെ കർത്താവ് ഒന്ന് പണിയണം. എൻ്റെ ജീവിതത്തിൽ പൊളിഞ്ഞുപോയ മേഖലകളെ പണിത് എന്നെ ഒരു നല്ല ഒരു കുശവൻ പണിത് പുറത്തു കൊണ്ടുവന്നതുപോലെ അങ്ങനെ പണിയണം. കർത്താവേ, ഈ രാത്രി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയെ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഈ ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സകല അനുഗ്രഹത്തെക്കാളും എനിക്ക് യേശുവേ, എനിക്ക് അങ്ങയെ മാത്രം മതി എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് യഥാർത്ഥമായി പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കാണാൻ പറ്റും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്തും 17-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനോട് പറയുകയുണ്ട്. ആരും പറഞ്ഞൊന്നുമില്ല, പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് രക്ഷ വന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്തൊരു കാലഘട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, യേശുവേ, ആരോ പറയുകയാണ് എനിക്ക് യേശുവിനെ മാത്രം മതി. എനിക്ക് അതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് ഞാൻ എൻ്റെ ജീവിതം മാറാനിടയായത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരോ പറയുകയാണ്, യേശുവേ, എനിക്ക് അങ്ങയെ മാത്രം മതി. ഈ രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ യേശുവിനെ മാത്രം മതി എന്ന് പറഞ്ഞാൽ, യേശുവിനോട് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഒന്ന്, നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകണം. നിങ്ങൾ അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. 2, ഹല്ലേലൂയ, ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നാം വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി വണങ്ങി ശാപങ്ങളും മന്ത്രവാദങ്ങളും വിചാരങ്ങൾ വഴി തകർന്നു പോകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ദൈവവചന പ്രകാരം പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ കടന്നു വന്ന് യേശുവിനോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എന്നെ ചേഞ്ച് ചെയ്ത് എന്നിൽ വേണ്ടാത്തതെല്ലാം സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റി എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി ക്രിസ്തുവിനെ പോലെ എന്നെ ആക്കണം എന്ന് ദൈവസന്നിധിയിൽ പറയാമോ? ഹല്ലേലൂയ. നമ്മൾ തെറ്റിൻ്റെ മേൽ തെറ്റ് ചെയ്തുകൊണ്ട് ജീവിപ്പാൻ പലപ്പോഴും നമുക്ക്, ഹല്ലേലൂയ, ആഗ്രഹമില്ല എങ്കിൽ കൂടി പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുകയാണ്. ഒരിക്കലും ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ നിനക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും സഹിക്കുവാനും വിട്ടുകൊടുക്കുവാനും ഒരു മനസ്സുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രി, ഹല്ലേലൂയ, നമ്മൾ കേട്ടതായ ദൈവത്തിൻ്റെ വചനം യേശുവിനോട് പറയാമോ? യേശുവേ, എനിക്ക് അങ്ങയെ മാത്രം മതി, എൻ്റെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയാമോ? ഞാൻ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവേ, വലിയൊരു വിടുതലിനെ കർത്താവ് വഹിക്കണം, വലിയ സ്വാതന്ത്ര്യം കർത്താവ് വഹിക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയുടെ ഹിതത്തെ തിരിച്ചറിയുവാൻ, അങ്ങയുടെ ജീവിതം അങ്ങയുമായി ചേർന്ന് ജീവിക്കാൻ നിൻ്റെ മക്കൾ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം കർത്താവ് രോഗത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നുവോ, ഈ രാത്രികാല പരിശുദ്ധാത്മാവരെ സ്പർശിക്കണം. രോഗത്തിൻ്റെ ബന്ധനങ്ങളെ കർത്താവ് അഴിക്കണം, പൈശാചിക ബന്ധനങ്ങളെ അഴിക്കണം, കെട്ടുകളെ കർത്താവ് പൊട്ടിക്കണം, ശാപങ്ങളെ കർത്താവ് പൊട്ടിക്കണം, മുഖങ്ങളെ കർത്താവ് ഉടച്ചു കളയണം, പൈശാചിക അവകാശങ്ങളെ കർത്താവ് തകർക്കണം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരു വലിയൊരു വിടുതലയക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തണം. ഈ രാത്രി ചില വ്യക്തികളുടെ ഹല്ലേലൂയ ഉദരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയൊരു സൗഖ്യം ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുകയാണ്. ഉദരവുമായിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. തലയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കർത്താവ് മാറ്റുകയാണ്. അനാവശ്യമായ ടെൻഷൻ കൊണ്ടിടുന്ന, ഭാരം കൊണ്ടിടുന്ന, ആകുലതകൾ കൊണ്ടിടുന്ന കെട്ടുകളെല്ലാം കർത്താവ് അഴിച്ചു കളയാണ്. കഴുത്തിൽ അനുഭവിക്കുന്ന പ്രയാസം, കഴുത്ത് തിരിക്കാൻ പറ്റാതെ വണ്ണമുള്ള പ്രയാസങ്ങളെ കർത്താവ് സൗഖ്യമാക്കി ഈ രാത്രികാലം കർത്താവ് വിടുവിക്കുന്നത് കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കണം. ഹൃദയത്തിനകത്തുള്ള ഭാരങ്ങളെല്ലാം മാറട്ടെ, എല്ലാ വ്യാകുലതകളും മാറിപ്പോകട്ടെ. കർത്താവ് ഈ രാത്രി ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് നിറങ്ങണം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിനകത്ത് പിശാച് വാദിക്കുന്നവൻ്റെ വാദങ്ങൾ, അവൻ്റെ ലീഗൽ റൈറ്റുകളെ യേശുവിൻ്റെ രക്തത്തിനാലും യേശുവിൻ്റെ നാമത്തിനാലും ഞങ്ങളതിനെ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്വാതന്ത്ര്യത്തെ കൽപ്പിച്ചാക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു വലിയൊരു വിടുതലയക്കണം. പരിശുദ്ധാത്മാവ് ദൈവം സ്വാതന്ത്ര്യമായിക്കണം. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, കർത്താവ് ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ജീവിപ്പാൻ, ദൈവശബ്ദം കേൾക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ, കാതുകളെ തുറക്കണം, ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണം. പരിശുദ്ധാത്മാവ് ദൈവമേ, അങ്ങ് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കടന്നു വന്ന എല്ലാവരുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന
എല്ലാ ഭിന്നതകളും മാറിപ്പോകട്ടെ, എല്ലാ ഭിന്നതകളും മാറട്ടെ, എല്ലാ ശത്രുവിൻ്റെ പദ്ധതികൾ തകരട്ടെ, എല്ലാ മാനുഷികമായ വ്യക്തികൾ, മനുഷ്യർ കർത്താവ് കുടുംബജീവിതത്തിൽ ഭിന്നതകളുണ്ടാക്കി അത് ആപത്തുകൾ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം യേശുവിൻ്റെ രക്തത്താൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു, യേശുവിൻ്റെ രക്തത്താൽ ബ്രേക്ക് ചെയ്യുന്നു, യേശുവിൻ്റെ രക്തത്താൽ ബ്രേക്ക് ചെയ്യുന്നു. പിശാചിന്റെ പദ്ധതികളെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു, അന്ധകാര ബന്ധനങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. കർത്താവെ ഒരു വിടുതൽ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാക്കിയാണ് ഈ രാത്രി. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതം പ്രവർത്തിക്കണം കർത്താവ്. ഈ രാത്രി ശത്രുവിൻ്റെ പദ്ധതികളെ അതിൽ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ വ്യക്തികളെ കർത്താവ് ഈ രാത്രികാലം തുടരണം. ഇവരൊക്കെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഞങ്ങളെ അങ്ങ് സഹായിക്കണം. ഞങ്ങളിന്ന് കേട്ടതുപോലെ കർത്താവ് അങ്ങ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അങ്ങ് ഞങ്ങളെ പണിയണം. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിപ്പിക്കണമേ കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ്, ദൈവിക വെളിപ്പാടുകളെ കാണുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാനൊക്കെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. കർത്താവേ എന്ന് പറയുവാൻ, ഹല്ലേലൂയ, എന്ത് കർത്താവ് പറഞ്ഞാലും കർത്താവേ എന്ന് പറയാനായിട്ടുള്ള ഹൃദയത്തെയും മനസ്സിനെയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി കടന്നു വന്ന എല്ലാവരും ജീവിതത്തെ അനുഗ്രഹിക്കണം. ഭാരങ്ങൾ, വേദനകൾ, നിരാശകളെല്ലാം യേശുവിൻ നാമത്തിൽ നീങ്ങാൻ കൽപ്പിക്കുന്നു. നീങ്ങിപ്പോട്ടെ. എല്ലാ രോഗശക്തികളും അകഞ്ഞു മാറട്ടെ. ഹൃദയത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വേദനകൾ, നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ, നീങ്ങിപ്പോകട്ടെ, നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നീങ്ങട്ടെ. കർത്താവ് എല്ലാ ആരോഗ്യ അസ്വസ്ഥതകൾ മാറട്ടെ. ഭവനത്തിനകത്തുള്ള വ്യക്തികൾ മനസാന്തരപ്പെടേണ്ട വ്യക്തികൾ മാനസാന്തരപ്പെടട്ടെ. ഇന്ന് രാത്രി കർത്താവ് തൊടണം യേശുവിൻ്റെ നാമത്തിൽ. കുടുംബത്തെ ഹല്ലേലൂയ പണിയുന്ന വചനം പറയുന്ന യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്യർത്ഥാധ്വാനിക്കുന്നു. അങ്ങ് തന്നെ ഭവനത്തെ പണിയണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഭവനത്തെ എല്ലാം കർത്താവ് പണിയണം. പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ പണിയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. രാത്രി സുഖകരമായി ഉറക്കത്തെ കർത്താവ് കൊടുക്കണം. പ്രഭാതി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.